മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്ന സൂചന പ്രചരിക്കുന്നു. ഇന്നലെ രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് വാർത്ത വരുന്നു. എന്നാൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല എന്ന് വാർത്തകളും അതിൻ്റെ പിന്നാലെ വരുന്നു. ജി സുധാകരനെതിരെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ മകൻ VA അരുൺകുമാറിനെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ CPIMൽ ആലോചനയുണ്ടെന്നും വാർത്തയുണ്ട്. സുധാകരൻ പരസ്യമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇന്ന് രാവിലെ 11 മണിക്ക് ആലപ്പുഴ പുന്നപ്പുറ പറവൂറിലെ സുധാകരൻ്റെ വീട്ടിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ ഉത്കണ്ഠയും അതേപോലെ തന്നെ ആകാംക്ഷയുമാണ് അദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പ്രചരിക്കുന്നത്. ജി സുധാകരൻ്റെ ആലപ്പുഴയിലെ വീട്ടിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരും, അതുപോലെ വിഷ്ണു സുരേഷും ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാറും തിരുവനന്തപുരത്ത് ഇതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറയാൻ ശ്രീജിത്തും തത്സമയം ചേരും. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗായ്സ്. നമ്മൾ അശ്വിൻ പാലാഴി, സുധാകരൻ ഇന്ന് പൊളിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പൊളിക്കുമോ? അതിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിക്കാണ് പറവൂരിലെ നവനീതം വീട്ടിൽ വെച്ച് ജി സുധാകരൻ ഏറെ നാളുകൾക്ക് ശേഷം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയാനായി പോകുന്നതിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഒന്നാം, അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ്. അത് പ്രഖ്യാപിച്ചാൽ UDF നിലവിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പിന്തുണയുണ്ട്, ആ പിന്തുണ വാങ്ങുമോ എന്നടക്കമുള്ള നിർണായക ചോദ്യങ്ങൾ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. അതിനുള്ള ഉത്തരങ്ങൾ എന്തായാലും വാർത്താ സമ്മേളനത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും വീട്ടിൽ പൂർത്തിയായിട്ടുണ്ട്. പതിവിലും വിപരീതമായി മാധ്യമപ്രവർത്തകർക്ക് ഇരിക്കാൻ പുറത്തുനിന്ന് അധികമായി കസേരകളടക്കം സജ്ജീകരിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിന് വേണ്ടി ജി സുധാകരൻ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി കണ്ട ഒരു പെട്ടെന്നുള്ള നീക്കം CPIM സെക്രട്ടറി, ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ജില്ലാ സെക്രട്ടറി R നാസർ അടക്കമുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി രാത്രി വൈകി നടത്തിയ ഒരു അനുനയ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ആ അനുനയ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടു. ഒരു അനുനയത്തിനും വഴങ്ങാതെ ജി സുധാകരൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറാനുള്ള സമ്മർദ്ദവും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയിരുന്നെങ്കിലും അതിനോടും വഴങ്ങാതെ ജി സുധാകരൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് ജി സുധാകരന് പറയാനുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടെയാണ് ഒരു പാർട്ടി ഒരു ചെക്ക് എന്നുള്ള നിലയിൽ മറ്റൊരു കടുത്ത തീരുമാനത്തിലേക്ക്, ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് പോകുന്നത്. അതൊരു വൈകാരികമായ നീക്കം കൂടിയാണ്. അതായത് നിലവിൽ അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കാനാണ് നിലവിൽ പാർട്ടി ആലോചിക്കുന്നത്. അത് മറ്റാരുമല്ല, VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അദ്ദേഹവുമായി പാർട്ടി നടത്തി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. അതിന്റെ മറ്റു വിവരങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ്. നിലവിൽ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത്. എന്തായാലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോയാൽ അത് ജി സുധാകരനെ സംബന്ധിച്ചും പ്രതിസന്ധിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു വൈകാരികമായ ഇടപെടൽ കൂടിയായി മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നിലവിൽ അമ്പലപ്പുഴയിൽ സിറ്റിംഗ് MLA മത്സരിക്കട്ടെ എന്നുള്ളതാണ് പാർട്ടി നിലപാട്. അവിടെ H സലാമാണ് നിലവിൽ മത്സരിക്കുന്നത്. ആലപ്പുഴയിലെ മറ്റ് സിറ്റിംഗ് MLA മാരും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരുമൊക്കെ പ്രചരണം ആരംഭിച്ചെങ്കിലും H സലാമിന് ഇതുവരെ പ്രചരണത്തിലേക്ക് കടക്കാനായിട്ടില്ല. അത് നിലവിൽ പാർട്ടി മറ്റൊരാലോചന നടത്തുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത്തരത്തിലുള്ള നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് അടക്കം പാർട്ടി കടക്കേണ്ട ഒരു വാർത്താ സമ്മേളനമായി ജി സുധാകരന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം മാറുകയാണ്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.